ഹായ് ഗൈസ്, എൻ്റെ പേര് മിഥിൻ പി ജി. ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ഞാൻ IT-യിലാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാമ്പ്, പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബ്രോ ക്യാമ്പ്. എനിക്ക് പ്രോട്ടോടൈപ്പിനെ പറ്റിയാണ് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ ഈ കോഴ്സ് ഒരു 1.5 മാസം മുന്നേ ഓൺലൈനായി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റാഞ്ഞിട്ട് ഞാൻ ഓഫ്ലൈൻ ബാച്ചിലേക്ക് ഷിഫ്റ്റായിട്ട് ഒരു 2-3 ദിവസമേ ആവുന്നുള്ളൂ. അതിനെപ്പറ്റിയെല്ലാം പറ്റുന്ന പോലെ ഈ വീഡിയോയിൽ ചെയ്യണമെന്നുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ മാത്രം പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്നതല്ല. ഞാൻ കുറേ പേരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അവർ പേഴ്സണലി എന്നോട് പറഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മാത്രം ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ബ്രോ ക്യാമ്പ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്? ഇതൊരു IT എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇവർ എയിം ചെയ്യുന്നത് പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഇതിലേക്കാണ്. ഇത് ഈസിലി സാധാരണക്കാരിലേക്ക് എത്തിക്കുക, എല്ലാവരെയും കോഡിങ് പഠിപ്പിക്കുക എന്നുള്ളൊരു എയിമിലാണ്. ഇത് എക്സ്പെഷ്യലി മലയാളത്തിലാണ് സിമ്പിളാക്കി പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ബിഗിനേഴ്സിന് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ പ്രസൻറ്റേഷൻ. യൂട്യൂബ് ചാനൽ വഴി ഇവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ആ ട്യൂട്ടോറിയൽസ് വഴി ഒരുപാട് പേര് നല്ലൊരു കരിയർ അല്ലെങ്കിൽ ഒരു ഗോള്, ഒരു ഹൈ പെയ്ഡ് ജോബിൽ ഗോൾസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇത് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് പേര് ഹൈ പെയിങ് ജോബ്സിൽ സെറ്റായിട്ടുണ്ട്. ഇവർ ലേണിംഗ് ക്ലബ്സ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഇവൻറ്റ്സ് ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ യൂട്യൂബും സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ കോഴ്സ് വിൽക്കാനൊന്നും വന്നതല്ല, സെല് ചെയ്യാൻ വന്നതല്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് IT കരിയർ ബിൽഡ് ചെയ്തെടുക്കണം, അതിനായിട്ടൊരു നല്ല പാത്ത് ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ്. ഇതെല്ലാം ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പഠിച്ച് എന്താണെന്ന് നോക്കുക, എൻ്റെ എഫേർട്ട് മാക്സിമം എടുക്കുക, പഠിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. അവരോട് സപ്പോർട്ട്, ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. അവരുടെ സക്സസ് റേറ്റ് കുറച്ച് അധികമാണ്. എന്ന് വെച്ച് ഇതൊരു മാജിക് ടിക്കറ്റ് ടു സക്സസ് എന്നുള്ളൊരു സാധനമൊന്നുമല്ല. നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് അത് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, ഹസിലുണ്ടാവും. അതെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് വേണം, എങ്കിലേ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ഡ്യൂറേഷൻ, കോഴ്സ് ഫീ, പിന്നെ ഫസ്റ്റ് സെക്ഷൻ ഇതൊക്കെ എന്താണെന്നുള്ളതാണ്. ഇവിടെ 6 മാസത്തെ പീരീഡാണ് വരുന്നത്. ഈ 6 മാസത്തെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 14 ദിവസത്തെ ഒരു സെക്ഷനുണ്ട്, ഇൻ്റർവ്യൂ സെക്ഷൻ. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ 6 മാസത്തെ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷനെ പറയുന്ന പേരാണ് ഫ്യൂമിഗേഷൻ സെക്ഷൻ. കേട്ടപ്പോൾ ഒരു ഫാൻസി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പുകച്ച് പുറത്ത് അടിക്കുക, അങ്ങനത്തെ ഒരു മീനിങ് നിന്ന് വരുന്നത് ഫ്യൂമിഗേറ്റ് ചെയ്യുക. ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10,000 രൂപ നമ്മൾ അടയ്ക്കണം. അത് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഈ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 2 ഫ്യൂമിഗേഷൻ ചാൻസ് നമുക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങളിതിൽ ആയി എന്ന് വെച്ചോ, നിങ്ങൾക്ക് ഈ ക്യാഷ് വാങ്ങിയിട്ട് തിരിച്ചു പോകാം. അതൊരു നല്ല ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. എന്തായാലും ഈ ഒരു ട്രൈ പറ്റുന്നവരൊക്കെ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ മാക്സിമം എല്ലാവരും ക്യാമ്പിൽ പോയി തന്നെ ഇത് അറ്റൻഡ് ചെയ്യുക. കാരണം എനിക്ക് ഓൺലൈൻ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓഫ്ലൈനെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓൺലൈൻ സെക്ഷൻ എനിക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അത് നല്ലൊരു രീതിയിലാണ് കൊണ്ടുപോയത്. കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ, ടെക് സെക്ഷൻ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇരുന്ന് പഠിക്കുക, നമുക്ക് വർക്കൗട്ട് ചെയ്യുക, അതൊക്കെ നമുക്ക് അവിടെ ക്യാമ്പ് ഇരുന്ന് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതെല്ലാവരും ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ പോയി അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ
എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ല. അതൊരു ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അയക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാസ്റ്റ് റിപ്ലൈ നമുക്ക് കിട്ടില്ല. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, പിന്നെ അവിടെ ഒരുപാട് സമയം അങ്ങ് പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് സെർട്ടനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓഫ്ലൈനായിട്ട് ഒരു 3 ദിവസം ആവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്നുണ്ട്. പഠിക്കുക, അവിടെ ഇരുന്ന് എല്ലാവരും പഠിക്കുന്നതാകുമ്പോൾ നമുക്കും ബേസിക്കലി ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു മൈൻഡ് വരും. വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞ് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് ഇതിലേക്ക് മുഴുകിയിരുന്ന് പഠിക്കാനുള്ളൊരു എൻവയോൺമെൻറ്റ് ഓൺലൈൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഞാൻ ചോദിച്ചവരും ഇത് ഇങ്ങനെ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഓൺലൈൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഫ്ലൈൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് അത് പഠിക്കാനായിട്ട്. ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് അവിടെ ഇരിക്കുന്ന റെൻറ്റ് സ്പേസ് 4000 വരും, അത് കൊടുക്കണ്ട. പിന്നെ ട്രാവൽ എക്സ്പെൻസ്, ഫുഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓഫ്ലൈൻ കുറച്ച് എക്സ്പെൻസീവാണ്, ഓൺലൈനാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഞാനൊരു ജനുവരി ലാസ്റ്റ് വീക്കിലാണ് ഓൺലൈൻ സെക്ഷൻ അറ്റൻഡ് ചെയ്തത്. എനിക്കൊരു ഫിമിഗേഷൻ വന്നത് ഫെബ്രുവരി മിഡ് റേഞ്ചിലാണ്. എനിക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ അവിടെ ക്യാമ്പിൽ പോയിരുന്ന് ചെയ്യാനുള്ളൊരു മൈൻഡിൽ ചെന്നു. ഇപ്പോൾ 3 ദിവസമായി അത് അറ്റൻഡ് ചെയ്തിട്ട്. കൊള്ളാം, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഫുൾ ടൈം ഇരുന്ന് നോക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോഴും മീറ്റ് വഴി തന്നെയാണ് നമ്മുടെ ഈ സെക്ഷൻസൊക്കെ എടുക്കുന്നത്. അത് കുഴപ്പമില്ല, ഓൺലൈൻ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയത് അവിടെ പോയി ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, അവിടെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി പഠിക്കാൻ തോന്നും. എനിക്ക് തോന്നുന്നു ആ ഒരു സ്പേസ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്, എങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ പേര് അങ്ങനെ പറയുന്നവരും ഉണ്ട്, അങ്ങനെ ചൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, പറ്റുന്ന പോലെ എൻ്റേതായ രീതിക്ക് ഞാൻ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യണം. അതോടൊപ്പം ഞാൻ നന്നായിട്ട് പഠിക്കുകയും വേണം. ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് അതിനെടുക്കാം. പറ്റുന്ന സമയങ്ങളിൽ ഇതുപോലെ വീക്ക്ലി റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മനസ്സോടുകൂടി നിൽക്കുകയാണ്. നോക്കാം, എന്തായാലും പറ്റുന്ന പോലെ ചെയ്യാം. താങ്ക് യു.